ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു UK വ്ളോഗാണ് കേട്ടോ. ഞാൻ UK നാട്ടിലെത്തിയിട്ട് 2 മാസമായി, പക്ഷേ ഇപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ വീഡിയോ ഉള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജ് ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടപ്പോഴാണ് എന്തൊക്കെയോ ഡിലീറ്റ് ആക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് തപ്പിയപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതാണ്ട് അപ്ലോഡ് ചെയ്തേക്കാം എന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ക്ലിപ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ലെസ്റ്ററിലുള്ള റിവർ സൈഡ് ഫെസ്റ്റിവലാണ്. എല്ലാ ഇയറിലും ഉണ്ടാകുന്ന ഒരു ഫെസ്റ്റിവലാണ് അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് പകർത്തിയേക്കാം ഫോണിലേക്ക്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ ഓർമ്മകളൊക്കെ അയവർക്കാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ റിവർ സൈഡ് ഫെസ്റ്റിവൽ എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഞാനതൊക്കെ എൻജോയ് ചെയ്തു. അവിടെ ഒരുപാട് ഫുഡ് സ്റ്റോളുകൾ, പിന്നെ നമ്മൾ ഈ സ്മോൾ ബിസിനസ് ഓൺടർപ്രണേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഓരോ സ്റ്റോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ അധികം ഒന്നും ഇങ്ങനെ മീൻസ് എക്സ്പോ ഉണ്ടാവില്ല, ഇപ്പോൾ ഫ്ലീ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ട്. ഫോറിനേഴ്സിൻ്റെയും അതുപോലത്തെ കലാവിരുദ്ധകളൊക്കെ നേരിട്ട് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും ആഗ്രഹമൊക്കെ സാധിച്ചു. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ആർട്ട് പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലെസ്റ്ററിൽ ബീഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ വെച്ചിട്ടാണ് ഇത്. അവിടെ റോഡിലും എല്ലായിടത്തും റോഡിൽ 2 സൈഡിലൊക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ ഇതായിരിക്കും. ഇതുപോലെ ഫുഡ് സ്റ്റോളുകൾ അത് ഇത് അങ്ങനെ ഒരുപാട്. നമുക്കിങ്ങനെ മന്ദം നടന്ന് ഇങ്ങനെ വെറുതെ ചില്ല് ചെയ്തിട്ട് അങ്ങനെ നടന്ന് കാണാം. അതുപോലെ ഇതുപോലത്തെ മ്യൂസിക് ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോരുത്തരും അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവും ഏതോ ഒരു ലാംഗ്വേജ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കന്തമിട്ടും കേട്ടിരുന്നു. പിന്നെ ഇത് ബോറടിച്ചിട്ട് നമുക്ക് അറിയുന്ന വല്ല പാട്ടൊക്കെ, അതായത് ഇംഗ്ലീഷിലുള്ള വല്ല പാട്ടൊക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നു. ഇത് വേറെ ഏതൊക്കെയോ ഭാഷയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കണ്ട് പിന്നെ ബോറടിച്ച് മന്ദം ഞങ്ങൾ നടന്ന് നീങ്ങി. അപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റോളുകളാണ് കേട്ടോ. 8 മണി വരെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. പക്ഷേ എന്നാലും ഒരു 5:30-6 മണിക്ക് ആയപ്പോഴും എന്താ പറയുക 7 മണിയായപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു പാർക്കിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഇവിടത്തേക്ക് ഒരു വിധം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾ എന്ത് ചെയ്ത് ഈവനിങ്ങിലാണ് പോയത്. അവിടെ പിന്നെ 9:30 ആകും ഇരുട്ടാവാൻ സമ്മറിൽ. അപ്പോൾ അതുവരെ നമുക്ക് ടൈം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈവനിങ്ങിൽ പോയത്. പക്ഷേ അപ്പോഴേക്കും ഒരു വിധമൊക്കെ അങ്ങനെ ചെറുതായിട്ട് ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല ബൊഹോമിയനായിട്ടുള്ള ഓരോ ഡ്രസ്സ് കാര്യങ്ങളും, പിന്നെ ഒരുപാട് ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക കുറേ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആയിരുന്നു. സോ നമ്മളൊന്നും വാങ്ങിക്കാനൊന്നും പോയിട്ടില്ല. എല്ലാം അങ്ങനെ കണ്ട് അങ്ങനെ നടന്ന് അങ്ങനെ നീങ്ങി. ഞാനിതുപോലെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നല്ല രസം കേട്ടോ. മീൻസ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണാമല്ലോ ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഓരോ എക്സിബിഷൻ പോലെയൊക്കെ ചെയ്യാനും, അതായത് നമ്മുടെ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സിബിഷനിൽ ഇതാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല ലൈഫിൽ. ഒരു ദിവസം അത് നടത്തണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ അവിടെ പാട്ട് കാര്യങ്ങളൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് ഇവർ വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു വൈബും തോന്നിയില്ല കേട്ടോ. ഞാൻ അന്തം വിട്ട് കുന്തം വഴി നിൽക്കുകയായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു റിവർ ഉണ്ട് ഇതുപോലെ, അത് അവിടെ സ്വാൻസിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ജസ്റ്റ് അവിടെ പോയിരുന്നിട്ട് അതൊക്കെ ഒന്ന് ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നല്ല രസം. നമുക്ക് അവിടെയൊക്കെ പോയിരുന്നാലോ ഒന്നിങ്ങനെ കാണാൻ പറ്റും, മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ നിന്ന് അങ്ങനെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് കുറേ പോകണം. പക്ഷേ അവിടെ ഇതുപോലൊക്കെ നമുക്ക് നടന്ന് പോയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേ പോയിട്ട് അവിടെ എന്തൊക്കെ സ്റ്റോളുണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി. ഇത് സെക്കൻഡ് ഡേ ആട്ടോ. സെക്കൻഡ് ഡേ അവിടെ ഇതുപോലത്തെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറിയിട്ട് പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലൊക്കെ പിള്ളേരെ കയറ്റി മറിച്ചിട്ടായിരുന്നു. നമ്മൾ അതിലൂടെ വെറുതെ നടക്കരുത്. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒന്നും തോന്നിയില്ല. പിന്നെ ഫുഡ് കാര്യങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അതിനോട് എനിക്ക് വലിയൊരു ക്രേസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും വല്ലാണ്ട് നോക്കിയിട്ടില്ല. ഞാനധികം ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ആ ഒരു ഏരിയ ആയിരുന്നു ഞാൻ കൂടുതലായിട്ട് നോക്കിയിരുന്നത്. പിന്നെ ഇത് പിള്ളേരെ കൊണ്ടിട്ട് അവിടെ വലിയൊരു സ്ലൈഡ് ഉണ്ട്. അപ്പോൾ അതിൽ കയറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ബാബി പിള്ളേരുടെ അടുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെല്ലാവരും അതിനെടുത്ത് മറിച്ചിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കും കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അവിടെ ഒരുപാട് പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കില്ലേ ഇവളെ സന്തതിൽ ഈ തള്ളണതിലൊക്കെ കയറുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിയില്ല. എടുത്ത് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ കയറിക്കോ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ ബാബി. ഞാൻ വിചാരിച്ചത് വേണ്ട, വലിയൊരു ആരും ഇല്ലാണ്ട്. മീൻസ് അവിടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ബീഡ് പാർക്ക് കാലിയായി. അപ്പോൾ പിന്നെ നമുക്ക് ആ ടൈമിലൊക്കെ വന്നിട്ട് സ്ലൈഡിൽ ഊതരാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഇതെൻ്റെ അമ്മ അവനെ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ആട്ടുമായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് പാർക്കിലൊക്കെ പോയിട്ട് കളിക്കാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനി UK വ്ളോഗ് കുറച്ച് കാലത്തിനൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് കാണുമ്പോൾ ശരിക്കും UK മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇനിയും പോകണം. ഇൻഷാ അല്ലാഹ് പോകാം വിചാരിക്കുന്നുണ്ട്.